ഹലോ സുഹൃത്തുക്കളെ, എന്തായാലും വിശേഷം സുഖല്ലേ? അപ്പോൾ ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു, നല്ല ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല തിരക്ക് തന്നെയായിരുന്നു. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലിജിയുടെ വിസ റിന്യൂ ആയില്ല. അപ്പോൾ വിഷമത്തിലാണ് വെച്ചിരിക്കുന്നില്ലേ. വിഷമം പറയാണ്ട് ഞാനങ്ങനെ എനിക്ക് വിഷമം വരുമ്പോൾ അത്ര വലിയ ഇതൊന്നും എൻ്റെ മുഖത്ത് വിഷമം വന്ന മൊത്തൊക്കെ ഞാൻ വിഷമം മാറ്റും. അങ്ങനെയാണ്. എനിക്കൊരു വിഷമം ചേട്ടനല്ല, ചേട്ടനെ ഇട്ട് പോണായിരുന്നു. ശരിയാ. ഇപ്പൊ ലിജി ഇതാ നാട്ടിൽ പോവുകയാണ്. ഇനിയിപ്പോ ഇതേപോലത്തെ ഒരു മിച്ചുള്ളൊരു വീഡിയോ എന്നാന്നറിയാൻ പറ്റൂല. ചിലപ്പോ ഒരു മാസം, 2 മാസം, 3 മാസം ഒന്നും പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ എനിക്ക് വിസില്ല. എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് ഞാൻ ലിജിട്ട് പോവാന്നൊക്കെ വിചാരിച്ചത്. എനിക്കൊരു അത്യാവശ്യമായ കാര്യമുണ്ട്, അത് ഞാൻ പോയാലേ ശരിയാവുള്ളൂ. അപ്പം അത് എൻ്റെ ലീവ് ഓൾറെഡി കഴിഞ്ഞാണ്. എങ്കിലും ഞാനൊരു എമർജൻസിയിൽ ഞാൻ ചോദിച്ചു വെച്ചാറുണ്ട്. അപ്പം അക്കാമില്ലാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നമാണ്. വിസയിൽ എനിക്ക് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. അതാണ് കണ്ടീഷൻ. അപ്പം അതിൻ്റെ പേരിൽ ഇന്നലെ പറഞ്ഞ സർപ്രൈസ് ഇതാണല്ലേ. നാട്ടിൽ വീഡിയോ വരുമ്പോ ഞാൻ എത്തിയിട്ടുണ്ടാകും. വീഡിയോ ഒക്കെ വരുമ്പോ നാട്ടിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ കടയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാകുന്നുണ്ടാ. കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചു വന്നാണ്. ഞാൻ ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിരുന്നല്ലേ, അതാണൊരു വിഷമമുണ്ട്. അല്ലെങ്കിലും അത് വെച്ചാൽ അതന്നെ. അപ്പൊ എന്റെ ലീവ് ഓൾറെഡി കഴിഞ്ഞാണ്. അപ്പൊ പിന്നെ എന്നാലും എനിക്കൊരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ലിജിനൊപ്പം തന്നെ പോയിട്ട് പോരാന്നുണ്ടായിരുന്നു. 15 ദിവസത്തെ ലീവ്, 15 ദിവസത്തെ ലീവിന് എന്തായാലും അക്കാൻ മേടിച്ചാൽ ഞാൻ പോകും ഒരു 15 ദിവസത്തിന്. അതെന്നാന്നറിയാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു മാസം, ഈ മാസം ലാസ്റ്റ് അടിക്കായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും അടിക്കാതിരിക്കുമല്ലോ അവര്. പോവും. അക്കാൻ മേടിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ വീഡിയോയിൽ കാണൂല. കുറച്ചാള് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ളൊരു വീഡിയോ കുറച്ച് വൈകും. ആ വിഷമമാണ്. ചേട്ടനുണ്ടാവും വീഡിയോയില് ലൈഫ് സ്റ്റോറി പറഞ്ഞ തനിച്ച്. അപ്പൊ ഇത്രയൊന്നും വീഡിയോ ഉണ്ടാവില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? എനിക്ക് സമയം ഇഷ്ടം പോലെ. വേറെ ആരും വീട്ടിലേക്കും തൊട്ട് സുഖം ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാ അല്ലേ? ശോകമുഖമായിരിക്കും ഇനിയുള്ള ദിവസം. അത് വേറെ ഒന്നല്ല കേട്ടാ. കാരണം വെച്ചാൽ ഞാൻ 26 വർഷം അല്ല അതിലിപ്പ കുവൈറ്റില് 26 പൂർത്തിയായി, 27 തുടങ്ങി. 26 വർഷം ഞാൻ കറക്റ്റ്. ഈ 26 വർഷത്തിനുള്ളില് ഞങ്ങൾ ഒരുമിച്ച് ഇത്ര മാസം ഒരുമിച്ച് ജീവിക്കുന്ന ഇപ്പോഴാണ്. ഞങ്ങള് മാക്സിമം 2 മാസം ഉണ്ടാവും. പിന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഞാൻ സ്വന്തമായിട്ട് വിസ അടിച്ചായിട്ട് ഞാൻ ഇവിടെ പുറത്ത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ 3 മാസം 4 മാസം ഇടയ്ക്കിട്ട് അങ്ങനൊക്കെ നിന്ന് പോരും. പിന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട് പണിയൊക്കെ പറഞ്ഞ ശേഷം 10 മാസത്തും വരും. അതിൽ ഉൾപ്പെട്ട് ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ പണിയുമ്പോ ഇത്തിരി ടൈറ്റ് ഉണ്ടാവില്ലേ? അപ്പൊ അത് കാരണം കുറച്ച് ലീവൊക്കെ കുറച്ച് നിന്ന് വേഗം പോകും. വീടൊക്കെ ആയി സ്വന്തമൊക്കെ ആയി വന്നപ്പോ ചേട്ടൻ കൃത്യം 10 മാസം എത്തുമ്പോ താമസിച്ചു. 10-15 വർഷമായി. 10 മാസം അല്ലേ എത്തുമ്പോ വരും. 10 മാസം ഒരു വർഷം നിൽക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ എന്നാലും ഒരു 35 ദിവസം കൂടി 40-45-50 ദിവസമൊക്കെ. ഇപ്പൊ നാട്ടിൽ പോയി വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞില്ലേ? നാട്ടിലൊക്കെ വരാൻ നിൽക്കുമ്പോഴാണല്ലോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഒരുമിച്ച് പോവാന്നപ്പോ യുദ്ധം വന്ന് അപ്പൊ ഞാനും വിട്ട് ഞാൻ 3 മാസത്തും പോയി വരാൻ വന്നതാണ് അല്ലേ? അല്ല 3 മാസം വിസിറ്റിംഗ് എടുത്ത് വന്നതല്ലേ? യുദ്ധം കാരണം ഇങ്ങനെ ഭാഗ്യത്തിന് കിട്ടി. അതിന് ഏറ്റവും വലിയ ഭാഗ്യം. നല്ലൊരു ചാൻസ് ആണ്. 8 മാസം പൂർത്തീകരിച്ച് കൊറേ വർഷത്തിട്ടല്ലേ 8 മാസം അല്ലേ? അത് കാരണം എനിക്ക് ചേട്ടനെ വിട്ട് പിരിഞ്ഞു പോകാൻ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഉള്ളില് വിഷമമാണ്, പുറമെ കാണിക്കില്ല. എന്താ എന്റെ കണ്ണ് പറഞ്ഞ ചേട്ടന് ഇഷ്ടമല്ല.
അപ്പൊ ചേട്ടനും ഫോൺ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും അത് എത്ര പ്രാവശ്യം കണ്ണറിയോ അപ്പൊ ഫോൺ കട്ട് ചെയ്യും അല്ലേ? എന്തിനു കരഞ്ഞിട്ട് ചേട്ടനെ ഇവിടിട്ട് പോകുമ്പോ എനിക്കിപ്പോ ഒരു വിഷമം. കുറെ നാളായില്ലേ. ഞാനിപ്പോ എന്തായാലും അക്കാൻ പഠിച്ചാൽ ഞാൻ വരൂല്ലേ? അക്കാൻ പഠിച്ചാൽ നാട്ടിലെത്തും. ഒരു 10-5 ദിവസം അവിടെ നാട്ടില് നിന്നിട്ട് ഇങ്ങോട്ട് പോരാലോ. 5 നിന്നിട്ട് ഇങ്ങോട്ട് പോരും. അതേ വന്നല്ല. അത് ശരി. ഇപ്പൊ ഇത്ര മാസം കിട്ടിയത് പോരാ ഇവിടെ. അതിന് അത് ചിലപ്പോ എത്ര പ്രാവശ്യം 2 പ്രാവശ്യം 3ാമത്തെ വരവ് വരേണ്ട പോയി വരേണ്ട സമയമായി ഇപ്പൊ. നാട്ടിൽ പോയിട്ട് വല്ല അല്ല ഇതല്ല, നമ്മൾ ഇത്ര മാസം നിന്ന് നമുക്കതൊരു നല്ല ചാൻസ് തന്നു. പക്ഷെ നമ്മളെ ഈ നാടും പോയി സാമ്പത്തികമായിട്ട് മറ്റെല്ലാവർക്കും വല്ല നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കണം. നമുക്കും സംഭവിച്ചേക്കണം. ജോലിയിൽ പ്രശ്നം വന്ന് ഈ യുദ്ധം കാരണമൊക്കെ ഒരു സൈഡ് അങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് കുറച്ചാല് 6-7 മാസം 8 മാസം അല്ലേ? എത്ര 8 മാസം പൂർത്തിയായി. 8 മാസം ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചു. ഇനി ഞാൻ വരിക. കട്ടയിടാന്നാ ഇനി ഞാൻ വരൂന്ന് 3 മാസം കഴിയുമ്പോ അല്ലേ? ചേട്ടൻ വന്നു പോയി കഴിഞ്ഞാൽ ഞാൻ വരൂലേ? എടുക്കൂലേ വിസ? ചേട്ടൻ പോയി കഴിഞ്ഞാൽ കണ്ണീരാണ് ഇപ്പൊ എന്തിനു കരയുന്ന? പിന്നെ പറഞ്ഞു. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് പാക്ക് ചെയ്യണം. നാളെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇപ്പോ എത്ര 4-ാം തീയതി മറ്റന്നാൾ ഞാൻ 6-ാം തീയതി വൈകിട്ട് ഇവിടുന്ന് പോരും. 7-ാം തീയതി പുലർച്ചെ നാട്ടിലെത്തും, വീട്ടിലെത്തും. ഈ വീഡിയോ വരുമ്പോഴേക്കും ചിലപ്പോ 10-ാം തീയതി ആവുമല്ലേ? നാട്ടിൽ ചെന്നതിന് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്റെ മൊബൈലിൽ ക്ലിയർ ഉണ്ടാവില്ല, എടുത്ത് ചേട്ടന് അയച്ചു കൊടുക്കാൻ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഈ ഫോണിലാണ് ഇത് ചെയ്യുന്നത്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ അയച്ചു തരും. അതേപോലെ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ ശരിയാക്കാം. അപ്പൊ നമുക്ക് ഇനി കുറെ നാൾ കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണാം. ചേട്ടൻ വരും, ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി ആയിട്ട് വരും. ഞാനിത് അവിടെ ഇരുന്ന് കാണും അല്ലെ? ലൈഫ് സ്റ്റോറി ഉണ്ടേ. പെണ്ണ് കാണാൻ വന്നിട്ടുള്ളല്ല. പെണ്ണ് കാണാൻ പെണ്ണ് പോയി. ശരി എന്നാ. അപ്പൊ നമുക്ക് സാധനങ്ങൾ ഒതുക്കണ കാണാം. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ. ഇപ്പൊ ഞാൻ തനിച്ചൊക്കെ ആയിരിക്കട്ടെ വീഡിയോ ഇടുന്നത്. ഞാൻ കുറച്ചാളൊക്കെ ലിജില്ലല്ലോ, രണ്ടാളും കൂടി ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട് തനിച്ചായാലും കിട്ടൂല. അതാണ്. എന്നാലും നിങ്ങളുടെ ആ സപ്പോർട്ട് കിട്ടണം കേട്ടോ. വേഗം വിസടിക്കാൻ പ്രാർത്ഥിക്കുക അല്ലേ? ഞാൻ അവിടെ ചെന്നിട്ട് അത് തന്നെ. ഞാൻ ചേട്ടനോട് ചോദിക്കും, വിസടിച്ച് വിറ്റോസം തന്നെ വല്ലെന്നാണ് പറഞ്ഞിരിക്കണ. മാറരുത് കേട്ടോ, ഇനി മാറരുത്. വിസടിച്ച് പറഞ്ഞ വിടുന്നേ. ഞാൻ മാറാച്ചാലേ എമർജൻസിയിൽ 15 ദിവസം കിട്ടുള്ളൂ. എല്ലാം 1 മാസത്തിന് പറഞ്ഞു വെച്ചിട്ടില്ല അവരോട്. പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മ എന്തായാലും പോകുമെന്ന്. അപ്പൊ അവർക്കറിയാലോ. പക്ഷെ അതേപോലെ ഇമ്പോർട്ടന്റ് മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എന്റെ ലീവ് കഴിഞ്ഞിരിക്കണല്ലേ. എന്റെ ലീവ് ഓൾറെഡി തന്നല്ലേ. എക്സ്ട്രാ ലീവ് അത് 3 മാസം ഒരു ലീവ് കിട്ടി. അതും കുഴപ്പമൊന്നുമില്ല, വന്നാ മതി. എന്തായാലും അക്കാൻ പഠിച്ചല്ലോ. 1 വർഷത്തെ അക്കാൻ വേണ്ടല്ലോ. അവരെന്തായാലും ഇങ്ങോട്ട് വരാലോ തിരിച്ച്. അവര് കേട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ ഇനിയും പിന്നീട് ഒന്നില്ല ഞാൻ നാട്ടിൽ ചെന്നിട്ട് അല്ല ഇങ്ങോട്ട് വന്നിട്ട് കേട്ടാ അങ്ങനെയായിരിക്കും. അപ്പൊ എല്ലാവരും ചേട്ടൻ നാട്ടിൽ വരും പറഞ്ഞിട്ടുണ്ടാവോ? ഞാൻ വരാൻ ഇത്തിരി വൈകും. എന്തായാലും 2-3 മാസം പിടിക്കും. എന്തായാലും 3 മാസം കഴിഞ്ഞിട്ട് എത്തുള്ളൂ. നാട്ടിലേതായാലും പോയതല്ലേ. നിർത്തിച്ച് ശരി എന്നാട്ടാ. നിർത്തിച്ചെന്നാ എന്ത് എന്താണ് 3 ദിവസം നിർത്തൂല. ശരി എന്നാ. എന്താ പറയണത്? ചേട്ടൻ വിസടിച്ചാ വരൂലേ? ഞാൻ വരും. ഞാൻ ചിലപ്പോ വിസയും കൊണ്ടുവരികയാണെങ്കിലോ? വിസയും കൊണ്ടുവരണ്ട, ഇവിടെ വന്നിട്ട് വിസയും കൊണ്ടുവരിക എന്റെ കൂടെ പോരണം. അത്ര തന്നെ. ഞാൻ വരും. ചേട്ടൻ പോയതല്ലേ, 3 മാസമൊക്കെ നിന്ന് വരാ. എനിക്കെന്താ ചേട്ടൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്. ഇത്രയും വർഷമായാലും ചേട്ടൻ്റെ റൂമിൽ ഫ്രണ്ട്സ് ഉണ്ടാവുന്നു. ഇപ്പൊ ഈ റൂമിൽ ഒറ്റയ്ക്കാണല്ലോ, ഒരു ടെൻഷനുള്ളൂ.
പിന്നെ ചേട്ടനെ വിട്ടു പോണ ടെൻഷൻ ഉണ്ടാവുമല്ലോ 5-8 മാസമായില്ലല്ലേ എന്നേട്ടാ അതൊന്നും മിണ്ടാത്ത ഇപ്പൊ മനസ്സിലാക്കുക എങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എന്നുള്ള വിവരം മനസ്സിലായത്. ഞങ്ങൾ നാട്ടിൽ അല്ല അപ്പൊ നിങ്ങൾ വീട്ടില് ഉണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു ഭാരമുള്ള റൂമിൽ വരാ, വന്നപ്പോ തന്നെ ജോലിക്ക് പോകും, പിന്നെ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പോകും. മനസ്സിലായില്ലേ? ഒരു അനുഭവം വേണം. അപ്പൊ സർപ്രൈസ് വീഡിയോ ഇതാണ്ട, വേറെ ഒന്നുമല്ല സർപ്രൈസ്. നാട്ടിലെത്തി ശരിയാണ്, നാട്ടിലെത്തി. ഇപ്പൊ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് സംസാരിക്കണ, വീഡിയോ വരുമ്പോ നാട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ പോരുന്നതിന്റെ തലേദിവസം നമ്മൾ ഹൗസ് ഓണറും ഫാമിലി ഞങ്ങൾക്ക് ഒരു പാർട്ടി തന്നതാണ് കേട്ടോ. KFC സ്പെഷ്യൽ പാർട്ടി. നമ്മളുടെ ഹൗസ് ഓണർ ഭാര്യ അവരെ ട്രീറ്റാണ്. ഞാൻ പോടാ. അപ്പോ പെട്ടികെട്ടലാണ്. ഡിജി പോകുന്ന കുറച്ച് വാച്ചൊക്കെ നല്ല വാച്ചാണല്ലോ. ഇതൊക്കെ അന്ന് വാങ്ങിച്ചല്ലേ, അന്ന് വാങ്ങിച്ച വാച്ചിട്ടാവും. ഇന്നിപ്പൊ മിഠായി മാത്രം 2 പാക്കറ്റ് വാങ്ങിച്ചുള്ളൂ നമ്മ, ബാക്കിയൊക്കെ അന്ന് വാങ്ങിച്ചതല്ലേ. അതിന്ന് മാറ്റി വെച്ച് കൊറേ തൂക്കം കൂടിയില്ലേ. എല്ലാം 40 ചേട്ടൻ വെക്കണ്ടേ. അത് ഇതിൽ പൊതിഞ്ഞു വെക്കി, തൊഴിൽ പൊതിഞ്ഞു വെച്ച അതൊക്കെ ചേട്ടൻ അറിയുള്ളൂ. ഇതിന്റെ അകത്തല്ലേ ഓരോ സ്പ്രേ ഇങ്ങനെ ആക്കി വെക്കണം. സ്പ്രേ ഒക്കെ അല്ല, അടുത്ത സ്പ്രേ ഇതും ഇങ്ങനെ സ്പ്രേ ആക്കി വെക്കാം. പാക്കറ്റൊക്കെ കളഞ്ഞാണ് നമ്മള് ഒന്നും വാങ്ങിയിട്ടില്ല ഏട്ടാ. അല്ല ഏട്ടാ അന്ന് 3 മാസത്തെ വിസിറ്റിങ്ങിന് വന്നപ്പോ മേടിച്ചതാണ്. അപ്പൊ പോണേന്റെ തലേദിവസമല്ല യുദ്ധം വന്നത്. അതോടുകൂടി സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് മിഠായിയും ഉപയോഗിച്ച് ഉണ്ടായില്ല സ്പ്രേ. അതിനകത്തുള്ള സ്പ്രേ, ബാത്ത് ജെല്ല്, പാൽപ്പൊടി അടിയിലുണ്ട്, കെട്ടുണ്ട്. അത് കാണിക്കണില്ല. ഇപ്പൊ മാറ്റി വെച്ച് ചേട്ടൻ വരുമ്പോ കൊണ്ടായോട്ടാ. സ്പ്രേ ഏതാണ് അതൊക്കെ? അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൊണ്ടുപോവാ. അത്യാവശ്യ സാധനം മാത്രമേ കൊണ്ടുപോവാ. ടിക്കറ്റ് ഭയങ്കര റേറ്റ് അല്ലേ. ഇതൊക്കെ അന്ന് വാങ്ങിച്ച ഡ്രസ്സുകളാണ് അല്ലേ. അതൊക്കെ ഇതാണ് പലാസോണ് അല്ലേ വീട്ടിലിടണ. ഞാൻ കറക്റ്റ് ഒരു തൂക്കം കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതാണ് അധികം തോന്നൂലില്ലാത്ത കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ പറഞ്ഞത് സ്പ്രേ അവിടെ വേറെ ഇരിക്കണ്. ഒമേഗയാണ് വേണ്ടത് എല്ലാവർക്കും. വേദന അല്ലേ, എനിക്കും വേണം. ഞാനിതുമല്ലേ നിക്കണ, ഇതൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ചെറിയ കുപ്പിയാണ്, വലുതുണ്ട്. ഒമേഗയുടെ ഇത് നല്ലൊരു പെയിൻ കില്ലറാണ്. കൊണ്ടോണം, നല്ലതാണ് കേട്ടോ. നല്ല എന്റെ മുഖം കാണിക്കണ്ട ഈ സാധനം. ഇത് ഉപയോഗിച്ചവർക്ക് അത് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മള് ഈ എന്താ പറയാ ശരീരം വേദന ഒക്കെ ഉള്ളവർക്കൊക്കെ എന്റെതാണ്ടല്ലോ അതിനെ നോക്കുന്നത്. ശരീരം വേദന ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ്. ഫിലിപ്പീൻസിന്റെ ആണ് മേഡ്, നല്ല സാധനമാണ്.
ചെരുപ്പ് ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് കേട്ടതാ ടേബിൾ മേലുണ്ട്. അതെ. നോക്കാല്ലേ തൂക്കം നോക്കാം. മാറ്റേണ്ടത് മാറ്റിനി അല്ലേ. ബ്ലാങ്കറ്റ് മുകളില് ബ്ലാങ്കറ്റ് മാറ്റി, സ്പ്രേകൾ മാറ്റി. ബ്ലാങ്കറ്റ് 2 മാറ്റിയല്ലേ, 3 കൊറേ എടുത്ത് ഉപയോഗിച്ചിരുന്നില്ല. ഉപയോഗിച്ച് സോപ്പും സ്പ്രേ ഉപയോഗിച്ചു, സോപ്പ് ഉപയോഗിച്ചു. അപ്പൊ 2 ബ്ലാങ്കറ്റ് മാറ്റി അല്ലേ. കുറച്ച് സാധനങ്ങളുള്ളൂ. ബ്ലാങ്കറ്റ് വളരെ പെട്ടിങ്ങനെ ഇനി തൂക്കം നോക്കിട്ട് ചിലപ്പോ മാറ്റേണ്ടി വരും കേട്ടാ. നോക്കാൻ പോകുന്നുണ്ട്. അല്ല ഇന്നലെ ഞാൻ കൊറേ ഇതാക്കി വെച്ച്, അല്ലെങ്കിൽ എനിക്കറിയുന്നു പണി കിട്ടും. ശരി, അത് കൊണ്ടുപോകാൻ പറ്റൂലേ ബാത്തില്ലേ, അത് കൊണ്ടുപോകാൻ പറ്റൂലേ. അത് മാത്രം അല്ല ഇതിപ്പോ ഇത് നിർത്തതല്ലേ 2 സ്പ്രേയും അതും പറ്റൂല ചേട്ടാ. അങ്ങനെ ഞാൻ കുവൈറ്റ് വിട പറയുന്നു കുറച്ച് മാസത്തേക്ക് അല്ലേ. എനിക്ക് സ്റ്റാൻഡും വെച്ചൂടെ ഇത്, അപ്പൊ നമ്മള് 2 പേരും സ്റ്റാൻഡ് ഇവിടെ വെക്ക്. ഇതേ ഈ തൂക്കം നോക്കണം പറയണതേ വല്ലാത്തൊരു ചടങ്ങാണ്. തൂക്കം നോക്കണതേ വല്ലാത്തൊരു ചടങ്ങാണ്. ഇതുകൂടെ ഇരിക്കണ്ട, ഇത് കൊണ്ടുപോകണില്ല, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. പാൽപ്പൊടി മാറ്റി വെച്ചല്ലേ, എനിക്ക് പാൽപ്പൊടിയാണ് ഇഷ്ടപ്പെട്ട. പാൽപ്പൊടിയൊക്കെ മേടിച്ചതാ. അത് സാരില്ല, ഇപ്പൊ 1 മാസം കഴിഞ്ഞ ചേട്ടൻ വരൂല്ലേ. 1 2 അപ്പൊ കൊണ്ടുവന്നാ മതി. ചെടിഞ്ഞൊന്നും കൊണ്ടുവന്ന് കണ്ടു മാറ്റിയത് കൊണ്ടുവരാം. ഞാൻ ഇവിടെ മാറ്റി വെച്ച സാധനം ഒരു ബാത്ത് ജെല്ലും കൂടി അവിടെ ഉണ്ട് അതിന്റെ ചോട്ടില്ലേ. അതിലുണ്ട്, അവിടെ ഉണ്ട്, താഴെയുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. പിന്നെ അത് 1 കിലോ അതുണ്ടല്ലേ, 1 ലിറ്റർ. അക്കസാര മാറ്റോടാ, അക്കസാര മാറ്റ. അതല്ലേ കസാര. കാണിക്കുന്ന കറക്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കാണില്ല. കറക്റ്റ് ഇതാ, കറക്റ്റ് ഇപ്പൊ അത് 20 എത്ര ഉണ്ട്? അല്ല 2 കിലോ കൂടി വെക്കാലോ. എങ്ങനെ ഇത് ഇതിന്റെ വെയിറ്റ് കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അല്ലേ ഇത് വെക്കണ്ട, അത് കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല. വെറുതെ ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടുപൊട്ടിക്കാനൊക്കെ പറയും. ഇനിയിപ്പോ ഇത് മറ്റേ സ്റ്റെപ്പ് ഇതൊക്കെ ചുറ്റി വരുമ്പോഴേ 1/2 കിലോ കൂടി കയറും. അപ്പൊ കറക്റ്റ് ആണ്. ലിജി അങ്ങനെ പോകാൻ ഒരുങ്ങിക്കാണ്ട. റെഡി ആയിക്കാണ് പോകാനായിട്ടല്ലേ. വിഷമണ്ടാ? പിന്നെ വിഷമമുള്ളൂ. സന്തോഷം
വാ മാച്ചിലാണല്ലോ. ലിജിന എയർപോർട്ടിൽ കൊണ്ടായിട്ട് വരാട്ടാ. റെഡി ആയിരിക്കും. കുട്ടി നല്ല എവിടേക്കില്ലേ. അങ്ങനെ നമുക്കിനി നാട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ. എന്നിട്ട് ഇറങ്ങിയിട്ട് കാണാം. നാട്ടിൽ പുറത്തോ വാതിൽ അടച്ചിട്ടില്ല. കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പാർക്ക് ചെയ്തിട്ട് വേണം. നെഞ്ചിടിപ്പ് കൂടി ചേട്ടാ. ഞാൻ പോകാൻ പോവല്ലേ. നെഞ്ചിടിക്കണവിടെ കടന്നോ. ഈ ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ഒന്നല്ലേ ടെൻഷനാണ്. നിങ്ങൾ ടെൻഷൻ ആക്കിക്കണ്ട. ഞാനത് തന്നെ വിഷമം. ചേട്ടാ അങ്ങോട്ട് പോകുമ്പോ സന്തോഷത്തോടെ പോണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. യുദ്ധം കാരണം ആൾക്കാർ പോക്ക് കുറവാണല്ലേ. ഇതെന്ന് ശരിയാവല്ലോ. ഇവിടേക്കല്ല അന്ന് ഡ്രോൺ വീണതൊക്കെ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടാ. എയർപോർട്ടിലെത്തി അവിടെ ലിജി ഇറങ്ങിപ്പോകുന്നത് വീഡിയോ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോലീസുകാരെ നിർത്തുന്നില്ല. ഇറക്കി വിട്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പോകേണ്ടി വന്നു. അവിടെ നിന്ന് പോകുന്നു. പിന്നെ തൊട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാർക്കിംഗ് സൈഡ് ഉണ്ട്. ആ പാർക്കിംഗ് സൈഡിൽ നിന്നിട്ട് വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുകയുണ്ട് ഞാൻ. അതൊരു 2 മണിക്കൂറോളം ഞാനവിടെ നിന്ന്. അതിന് ശേഷമാണ് ഞാൻ പോകുന്നത്.